നമസ്കാരം. CPM-ന്റെ കേരള ഘടകത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ആന്തരിക കലഹങ്ങളും വിയോജിപ്പുകളും പുകയുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ താഴെത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന വികാരങ്ങൾ ഒരു കാലത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പാർട്ടിയെ അവസ്ഥയിലെത്തിച്ച പിണറായി വിജയനും MV ഗോവിന്ദനും ഇനിയെങ്കിലും പദവികൾ ഒഴിഞ്ഞുകൂടെ എന്ന ചോദ്യം. തിരുത്തലിന് തയ്യാറാകുമെന്ന് ആവർത്തിക്കുമ്പോഴും പാർട്ടിയെ ഇത്രമേൽ തകർച്ചയിലേക്ക് നയിച്ച പരമോന്നത നേതൃത്വം കസേരകളിൽ തുടരുന്നത് അണികളിൽ വലിയ അമർഷത്തിനാണ് കാരണമാകുന്നത്. ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നത് കടുത്ത വിചാരണയാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം താഴെത്തട്ടിലുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ സംസ്ഥാന നേതൃത്വത്തെ ഇനി അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് അണികൾ. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിൽ പോലും അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉയർന്നുവെന്നത് പാർട്ടി നേരിടുന്ന ജനകീയ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. ജനങ്ങളിൽ നിന്നും പാർട്ടി എത്രത്തോളം അകന്നുപോയെന്ന് തിരിച്ചറിയാൻ നേതൃത്വത്തിന് കഴിയാത്തതിലുള്ള നിരാശയാണ് യോഗങ്ങളിൽ പ്രതിഫലിച്ചത്. ജൂൺ 6, 7 തീയതികളിൽ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഈ ജില്ലാ റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച് വെക്കുമെങ്കിലും അത് നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിക്കുമോ എന്നത് കണ്ടറിയണം. മാറ്റങ്ങൾക്ക് തയ്യാറാകാതെ പിണറായിയും ഗോവിന്ദനും ഇനിയും നേതൃത്വത്തിൽ തുടർന്നാൽ അത് CPM-നെ കൂടുതൽ വലിയ രാഷ്ട്രീയ പതനത്തിലേക്കായിരിക്കും നയിക്കുക എന്ന മുന്നറിയിപ്പാണ് അണികൾ ഒരേ സ്വരത്തിൽ നൽകുന്നത്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ വീണ്ടും തെരഞ്ഞെടുത്തതിലൂടെ പാർട്ടി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യം പരക്കെ ഉയർന്നിരുന്നു. പാർട്ടി പൊളിറ്റ് ബ്യൂറോ യോഗത്തിൽ ഏകകണ്ഠമായല്ല, മറിച്ച് വോട്ടിനിട്ടാണ് പിണറായിയെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ചതെന്ന വാർത്ത പുറത്തുവന്നതോടെ അണികളുടെ അമർഷം ഇരട്ടിച്ചു. കേന്ദ്ര നേതൃത്വത്തിൽ പോലും പിണറായിയുടെ അപ്രമാദിത്വത്തിനെതിരെ വിയോജിപ്പുകൾ ശക്തമാണെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഈ വാർത്ത പുറത്തുവന്നതോടെ പിന്നീട് ചേർന്ന ജില്ലാ കമ്മിറ്റികളിൽ വിമർശനത്തിന്റെ കടുപ്പം ക്രമാതീതമായി വർദ്ധിച്ചു. തെരഞ്ഞെടുപ്പ് ദുരന്തത്തിന് ശേഷം ജനങ്ങളെയോ മാധ്യമങ്ങളെയോ ഫലപ്രദമായി അഭിമുഖീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറാകാതിരുന്നത് പാർട്ടിയുടെ പ്രതിരോധ നിരയെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. ജയമുണ്ടാകുമ്പോൾ ക്യാപ്റ്റൻ എന്ന് വാഴ്ത്തപ്പെടുകയും പരാജയപ്പെടുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്ന ശൈലി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചേർന്നതല്ല എന്നാണ് താഴെത്തട്ടിലെ വികാരം. പിണറായിയുടെ ഈ നിശബ്ദതയും മാധ്യമങ്ങളോടുള്ള വിമുഖതയും അണികളെ രാഷ്ട്രീയമായി കൂടുതൽ ദുർബലമാക്കുകയേ ചെയ്തുള്ളൂ എന്നാണ് ജില്ലാ നേതാക്കളുടെ അഭിപ്രായം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും പാർട്ടിയിൽ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ശക്തമാണ്. പാർട്ടിയുടെ ആദർശങ്ങളെക്കാൾ സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ചെടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു സെക്രട്ടറി എന്ന വിമർശനം അണികൾക്കിടയിൽ കനത്ത പരിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിയെ നയിക്കേണ്ട ഉന്നത നേതാവ് സ്വന്തം കുടുംബ രാഷ്ട്രീയത്തിന് മുൻഗണന നൽകിയപ്പോൾ സംഘടനയുടെ അടിത്തറയാണ് ഇളകിയതെന്ന ആക്ഷേപം ഗോവിന്ദന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. പാർട്ടി ദുർബലമാകുന്നത് കൃത്യസമയത്ത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പൂർണ്ണമായും മരവിച്ചുപോയ അവസ്ഥയിലാണ്. വ്യക്തിപൂജയിലും അധികാര കേന്ദ്രീകരണത്തിലും മയങ്ങിപ്പോയ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജനകീയ വികാരം ഒട്ടും ഉൾക്കൊണ്ടില്ല. പ്രായപരിധിയുടെയും ചെയിൻ വ്യവസ്ഥയുടെയും പേര് പറഞ്ഞ് ജനപ്രിയരും കഴിവുള്ളവരുമായ നേതാക്കളെ പാർലമെന്ററി രംഗത്തുനിന്നും സംഘടനയിൽ നിന്നും വ്യവസ്ഥാപിതമായി പുറത്തു നിർത്തിയത് പാർട്ടിയുടെ ജനകീയ അടിത്തറ തകർക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ എന്ന യോഗങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്.